വികാരമറിയാൻ ഏറ്റവും ലളിതമായ ഒരു മാർഗം, ഹിന്ദുവിൻ്റെ വികാരമറിയാൻ ഏറ്റവും ലളിതമായൊരു മാർഗം, സിനിമാ നിർമ്മാതാവോ സിനിമാ മണ്ഡലത്തിലുള്ള അതിഗംഭീരനായിട്ടുള്ള സംസ്കാരദ്രോഹി, ഭാരതീയ സംസ്കാര നായകൻ, ബുദ്ധിജീവി എന്നെല്ലാം പല പല പേരിൽ പലരും വിളിക്കുന്ന പ്രിയനന്ദനൻ എന്ന് പറയുന്ന വ്യക്തി ശബരിമല അയ്യപ്പനെ വളരെ വികൃതമായ രീതിയിൽ അവഹേളിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടു. അത്രയും ബുദ്ധിജീവികളുടെയും ഭരണാധികാരികളുടെയും കയ്യടി കിട്ടാനും അടുത്ത ഗ്രന്ഥങ്ങളുടെയും സിനിമയുടെയും ഇവാലുവേഷൻ നടക്കുമ്പോൾ അതിൽ ജൂറി ആവാനും, പുറത്തിറങ്ങാത്തതാണെങ്കിലും ഉണ്ടാക്കുന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടാനും വേണ്ടി അയ്യപ്പനെ പറ്റാവുന്ന എല്ലാ വൃത്തികെട്ട വാക്കുകളും ഉപയോഗിച്ച് ആ കേരളത്തിൻ്റെ ശാപമായി തീർന്ന ബുദ്ധിജീവികളുടെ കൂട്ടത്തിലുള്ള പ്രിയനന്ദനൻ എന്ന വ്യക്തി ശബരിമല ശാസ്താവിനെ അവഹേളിച്ചപ്പോൾ അത് കൃത്യമായിട്ട് മറുനാടൻ എന്ന ചാനലിൽ വളരെ ഭംഗിയായിട്ട് സക്കറിയ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കാൻ സാധിക്കുമെങ്കിൽ കേൾക്കാം, കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ചുവട്ടില് ഏതാണ്ട് ഒരു 380 വ്യക്തികൾ ഇന്ന് രാവിലെ 7 മണി വരെ 380ഓളം ഹിന്ദുക്കള് ആ പ്രിയനന്ദനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ, ശരിക്ക് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട് 16 അടിയന്തരം എന്ന്. അതൊരു പ്രത്യേക ഭാഷയിലാണ് പറയുന്നതെങ്കിലും ആ മനുഷ്യനെ പറഞ്ഞിരിക്കുന്ന പച്ച തെറിയും, ഹിന്ദുവിൻ്റെ വികാരം അണപൊട്ടുമ്പോൾ അതെവിടം വരെ എത്തുമെന്ന് ഏതൊരു കേരളീയനും മനസ്സിലാക്കാൻ, ഞാൻ കേരളീയൻ എന്ന് പറയാൻ കാരണം കമന്റ് എഴുതിയിരിക്കുന്നവരൊക്കെ മലയാളത്തിലാണ് 90% പേരും കമന്റ് എഴുതിയിരിക്കുന്നത്. ആ കമന്റ് നിങ്ങളൊന്ന് വായിച്ചാൽ ഹിന്ദു എത്രത്തോളം പ്രതികരിക്കാൻ ഉയർന്നു എന്നുള്ളത് മനസ്സിലാവും. ഹിന്ദു എത്രത്തോളം ഉയർന്നു എന്നുള്ളത് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ മറുനാടൻ ഓൺലൈൻ ചാനലിൽ വന്ന ഈ പ്രിയനന്ദൻ ശാസ്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കമന്റ് നിങ്ങൾ കുറച്ചെങ്കിലും വായിക്കണം. ചളിപ്പ് തോന്നും, പക്ഷെ അറപ്പ് തോന്നുമെങ്കിലും ആത്മാഭിമാനം തോന്നും. കാരണം ഹിന്ദു ഈ ലെവലിൽ പച്ച തെറി പറഞ്ഞ് ഇരുത്തേണ്ടവരെ ഇരുത്താനുള്ള അഭിമാനം ഉണ്ടെങ്കിൽ അവൻ ഇനി പറയില്ല. അഭിമാനമില്ലാത്ത സംസ്കാരശൂന്യ നായകന്മാർക്ക് ഇനിയും എന്ത് കേട്ടാലും അത് ഹിപ്പോപ്പൊട്ടാമസിന്റെയോ കണ്ടാമൃഗത്തിന്റെയോ തൊലിയല്ല, ജനിപ്പിച്ച സമയത്തെ കുഴപ്പമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായാലും നിങ്ങൾ മറുനാടൻ ഓൺലൈൻ ചാനലില് പ്രിയനന്ദനൻ ശാസ്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ കമന്റ് ഒന്ന് വായിക്കണമെന്ന് മാത്രം പറയുന്നു. പ്രണാമം.